ഹായ് ചേട്ടാ. സുഖല്ലേ? സുഖം സുഖം. അടിപൊളി. പെട്ടിയുണ്ട്. ഒരു മിനിറ്റ്. ഒരു ഇറങ്ങി വിശേഷങ്ങൾ ഇപ്പോൾ രണ്ട് വിശേഷമാണ്. ഒന്ന് വി കെ പ്രകാശ് സാറില്ലേ, ആളുടെ ഒരു പടത്തിനകത്ത് നമ്മുടെ കോൺഫറൻസ് ബോയ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിനകത്ത് ഇപ്പോൾ എനിക്ക് നല്ല റോളായി കിട്ടുന്ന റോള്. പിന്നെ ബാദുക്കല്ലേ, ബാദുഷാ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിജയൻ സംവിധാനം ചെയ്യണ പുതിയ പടത്തിൽ ഹീറോ ആയിട്ട് ചെയ്യണം. 3 നായകന്മാരുണ്ട് അതിനകത്ത്. മെയിൻ നായകനായിട്ട് ചെയ്യുന്നുണ്ട്. ഹീറോ ആയിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന അനുഭവവും സപ്പോർട്ടും വേണം. ഫ്ലൈറ്റ് പോകാറായി. ഈ ബിഗ് ബോസിനെ ഒരുപാട് ഫാൻസ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവർ ദൈവത്തിനോട് നന്ദിയാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ വിജയിക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു നന്ദിയാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ജാങ്കോ സ്പേസ് ദുബായ്. ഇതിപ്പോ എന്തിനു വേണ്ടിട്ടാ ബ്രോ പോകുന്നത്? ഏതാ? ദുബായ് മിഡിൽ ഈസ്റ്റ്. എല്ലാ ഹെൽപ്പ് ചെയ്ത് തന്നെ ഗോൾഡൻ വിസ കിട്ടാൻ പോകുന്ന കാരണം നമ്മുടെ റിലേഷനാണ്, മുത്താണ്. പിന്നെ ബ്രോ ഗോൾഡൻ വിസ കിട്ടുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കിട്ടിയിട്ട് പറയാം. എല്ലാവരും കിട്ടുന്നതുകൊണ്ട് കിട്ടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാര്യത്തിൽ എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ അപ്പം പറയും, കിട്ടാതെ പറയാറില്ല. അതിൽ വേറെ രീതിയിലേക്ക് ആവില്ല. ഓക്കെ, എന്തായാലും അടിപൊളിയാവട്ടെ. സെറ്റാവട്ടെ. എല്ലാവർക്കും നന്ദി. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പറക്കലല്ലേ? പാസ്പോർട്ടിനായിട്ട് പാസ്പോർട്ട് തരാം. പാസ്പോർട്ട് കുറിക്കണല്ലേ, കുറിച്ചിട്ടുണ്ടോ? ഒറ്റ ദിവസം പാസ്പോർട്ട് വന്നാവാതെ ഇതിൽ പോലെ കുട്ടി ആരാധകരാണല്ലേ കൂടുതൽ? ഓക്കെ ഓക്കെ സെറ്റ്. ഫോൺ ചേട്ടാ നേരം കേട്ടാ
ഇതെന്താ കൈക്ക് പറ്റിയ? ജസ്റ്റ് ഞാൻ സൺഷൈഡിന്ന് ഇങ്ങനെ വലിച്ചപ്പോ അവിടെ ഗ്ലാസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മുടിക്കാതെ ഇവിടെ നിൽക്കത്തില്ല. മുടിയില്ലാത്ത ആളും മുടിയുള്ള ആളും എടുത്ത് വെച്ചേരാം. ഞാൻ ദുബായിലോട്ട് ഞങ്ങൾ ഒരു ഷോ ഉണ്ടായിരുന്നു. എന്താ പേരെന്ന് എടുത്തില്ലടാ. അവിടെ കൊണ്ട് വെക്കണമല്ലോ, തിരിച്ചു വിടാനോ. ഓക്കെ, എന്താ പറയണ്ടേ? ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കണം. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ എന്താണ്? വിശേഷം ഞങ്ങൾ വീട്ടിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും റെസ്റ്റിങ്. പുതിയ വിശേഷങ്ങൾ ഞങ്ങൾ തിരിച്ച് കിളി പിടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ കുറേ പ്രൊജക്റ്റിൻ്റെ ഒക്കെ ഇടയിലാണ്. പിന്നെ ഇപ്പം കുറേ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തായിരുന്നില്ലേ? 1-2 ഇന്റർവ്യൂ മാത്രം കൊടുത്തിട്ടുണ്ട്. ബാക്കി അഭിഷേക് ദ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ 1-2 ഇത് കൂടുതൽ പ്രതീക്ഷിക്കരുത്. സോറി അഭിഷേക്, നമ്മൾ ബിസിയാണ്. അപ്പം വേറെ ഒന്നുമില്ല, എല്ലാവരും റെസ്റ്റിങ്ങിനൊക്കെയാണ്. അപ്പം നമുക്കിങ്ങനെ ഏഷ്യാൻ്റെ ഒരു പ്രോഗ്രാം വന്നിട്ട് നമ്മളെല്ലാവരും ദുബായിക്ക് പോവാം. ടോപ്പ് 5 എല്ലാവരും ഉണ്ട്. ടോപ്പ് 5 എല്ലാവരും ഉള്ള അല്ലേ? ടോപ്പ് 5 എല്ലാവരും ഉള്ള ഒരു ഷോ ആണ്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഗംഭീര വരവേൽപ്പ് കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു ഫീൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ സന്തോഷം. ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫാണ്. അപ്പോൾ അത് കിട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ബാക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് സിനിമകളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതും ഏകദേശം ഇങ്ങനെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക, ഡ്രീംസ് ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ഡ്രീം ആയിരുന്നു ബിഗ് ബോസ്, അത് കിട്ടി. ഇനി നെക്സ്റ്റ് ഡ്രീം ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യും. ബ്രോ എന്താണ് പറയുന്നത് ബിഗ് ബോസിന് ശേഷം ലൈഫ്? ബിഗ് ബോസിന് ശേഷം ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എൻ്റെ ഇപ്പോൾ ഇതിന് മുന്നേ മുടിയെന്ന പേരിൽ നമ്മളൊരു ക്യാരക്ടർ ചെയ്ത് അതുവഴി ഫേമസ് ആയ ആൾക്കാരെ അറിയപ്പെടുന്ന വേറൊരു ഫീല്. ഇപ്പോൾ ഇത് എൻ്റെ ക്യാരക്ടറിൽ എന്നെ ഋഷി എന്ന എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞ ആൾക്കാരപ്പോൾ. അപ്പോൾ അത് ഒരു ഫെയിം മാത്രമല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു പുതിയ വൈബാണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ വേറെ കുറേ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പറയുന്ന പോലെ. പിന്നെ ഏഷ്യനെറ്റിൻ്റെ കുറേ ഷോസും ആ കാര്യത്തിൻ്റെയൊക്കെ ഓട്ടത്തിൻ്റെ പുറത്താണ്. അപ്പോൾ അതിലൊരു പരിപാടിയാണ് ഇപ്പോൾ ഞങ്ങൾ ദുബായിലോട്ട് പോകുന്നത്. എന്താണ് ബ്രോയുടെ വക? എന്താ ഡാൻസ് ആണോ? ഡാൻസ് അവിടെ പോയാലും എന്തിനു പോയാലും ഡാൻസ് അവർ കളിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കണം. ഞാൻ പറഞ്ഞ ഫ്രീ സ്റ്റൈലർ ആണല്ലോ. ഇത് ഡാൻസില്ലേ, നമ്മുടെ ചാറ്റ് ഷോ. ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ പറയും, ഇപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കും. നമ്മൾ ഫ്രീ സ്റ്റൈലർ ആണ്, സ്പോട്ട് ഡാൻസർ ആണല്ലോ. ഇവിടെ കുഴപ്പമില്ല. ഈ ഏഷ്യാനെറ്റ് ഒരു ബിഗ് ബോസിലൂടെ നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ട് ലൈഫിൽ? ഇപ്പോഴും കരിയറിൽ ഗ്രോത്തിന് വേണ്ടി ഏഷ്യാനെറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഉണ്ട്. ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ അങ്ങനെ ആൾക്കാർ അറിയുന്നൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ചേഞ്ച് തന്നെയാണ്. ഇനിയിപ്പം ബാക്കി ഇതും വെച്ചിട്ട് ബാക്കി മുമ്പോട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അതും ഒരു ചേഞ്ച് തന്നെയാണ്. നേരത്തെ നമ്മൾ അവസരങ്ങൾ ഒരുപാട് തേടി ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നാലും നമ്മൾ കുറച്ചുകൂടെ അവസരങ്ങൾ തേടി പോകുന്നതിൽ ഒരു ഇച്ചിരി എഫേർട്ട് കുറഞ്ഞു. എഫേർട്ട് കുറഞ്ഞു, അതേ ഉള്ളൂ. ഈ സിനിമ ആയിരുന്നല്ലോ ശരിക്കും മോഹിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ സിനിമയിൽ നിന്നുള്ള പുതിയ അവസരങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയോ? കിട്ടുന്നുണ്ട്. ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം അതിപ്പം പതുക്കെ ഓരോന്ന് അനൗൺസ് ചെയ്ത് തുടങ്ങും. ഹലോ, ബൈ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോട്ടെ. സെറ്റല്ലേ? ഓക്കെ. ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇവനെ മാത്രം വിളിച്ചു, ഇവനെ വിളിച്ചോണ്ടെങ്കിൽ പോകുന്നു. ബാക്കിയൊന്നും ഒരു ഐഡിയ ഇല്ല.
ഒരു ഐഡിയ സത്യതാണ്, നമ്മളൊരു ഐഡിയ ഇല്ലാതെ ഐഡിയ ഇല്ല നമുക്ക്. വേറെ സ്ഥലത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ഐഡിയ ഒക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അൻസിബിനെ കണ്ടില്ല നമുക്ക്. അത് കണ്ടേ? ഞങ്ങൾ കണ്ടു. നമ്മള് ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. ക്യാമറ കാണുന്നില്ല. ക്യാമറ കാത്തില്ല. അതാണ് കിട്ടി 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 കിട്ടി. എടുത്തോ. ഓക്കെ ടാറ്റാ. പോട്ടതാ. ഓക്കെ ഓക്കെ. ഇവിടെ അമ്മേച്ചനൊക്കെ ഇവിടെ എടുത്തോ എടുത്തോ. ഞാൻ അപ്പോഴത്തേക്ക് കൊടുക്കും. ഞാനാ വരുന്നത്. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ദുബായിൽ തന്നെയാണ്. നമ്മളങ്ങോട്ട് തന്നെ പോകണം. ദുബായിലാ ഒരു അടുത്ത ആളെ വിളിച്ചിട്ട് അവർ വീഡിയോ ഓക്കെ ബ്രോ, ബൈ.